അപ്പോൾ അതെ വീണ്ടും അടുത്ത 2 ടൂളുമായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വീഡ് പുള്ളർ ആണ് കേട്ടോ, അല്ലെങ്കിൽ ഗ്രാസ് പുള്ളർ എന്നും പറയാൻ പറ്റും കേട്ടോ. ഈ സംഭവം നിങ്ങൾ കണ്ടോ? നമ്മുടെ ഈ മൂർക്കമ്പാമ്പിൻ്റെ ഒക്കെ പത്തി പോലെയില്ല, കണ്ടാലേ പേടി വരും. പക്ഷേ സംഭവം അടിപൊളിയാണ്. എന്തായാലും ഈ 2 പേരെയും കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഗ്രാസ് ഒക്കെ പുള്ളി ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം ഈ കുഞ്ഞുതുമ്പാവുള്ള സംഭവം കൊണ്ടാണ് ഞാൻ പുള്ളി ചെയ്തത്. പക്ഷേ ഇതിൻ്റെ പേര് കംപ്ലീറ്റ്ലി പറഞ്ഞു കിട്ടിയില്ല. പക്ഷേ രണ്ടാമത്തെ ഐറ്റം നിങ്ങൾ നോക്കിക്കോണം, അടിപൊളി പ്രൊഡക്റ്റാണ്. ഒരു കുഞ്ഞായിട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വേര് കംപ്ലീറ്റ്ലി അടന്നു പോരുന്ന കണ്ടോ. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം കണ്ടോ? ആദ്യം കണ്ടോ തണ്ട് മാത്രമേ പൊട്ടി പോന്നിട്ടുള്ളൂ, പക്ഷേ ഇതിൻ്റെ വേര് കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടുകയാണ്. കാരണം ഇതിൻ്റെ അറ്റം നല്ല ഷാർപ്പാണ്. അതുപോലെ ഇതിൻ്റെ പുറകിലത്തെ ആ പത്തി പോലെ ഇരിക്കുന്ന ഭാഗം കണ്ടോ, ഈ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോഴേക്ക് ഒരു സപ്പോർട്ട് കിട്ടുകയും ചെയ്യും, ഈസി ആയിട്ട് പറഞ്ഞു പോരുകയും ചെയ്യും. എന്തായാലും അടിപൊളിയായിട്ടൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കോളൂ. കാരണം ഇതുപോലുള്ള ഹാർഡായിട്ടുള്ള പ്ലേസിൽ, ഇത് ഈ ടാറിട്ട സ്ഥലങ്ങളിൽ അല്ലെ അതുപോലെ നമ്മൾ ഈ ടൈലൊക്കെ ഇടുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര പാടായിരിക്കും ഇങ്ങനെ ഇതുപോലൊക്കെയുള്ള പുല്ല് വളർന്നാൽ പറിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. നമുക്കിത് ഷീനിൽ അവൈലബിൾ ആണ്, ആമസോൺ എല്ലാ ഓൺലൈൻ സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ ഷീനിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 പൗണ്ടിനടുത്തേ ഇതാവുന്നുള്ളൂ. അതുപോലെ തന്നെ പക്ഷേ അവർക്ക് ഡെലിവറി ചാർജ് വരുന്നുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ 27-28 പൗണ്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ വാങ്ങുക. എന്തായാലും ഇതൊക്കെ കണ്ട് നമ്മുടെ ചിമ്പൂട്ടാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അവന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. അല്ല, ഞാൻ ഓർക്കുമായിരുന്നു ഇവൻ ഈ വെറുതെ കിടന്നുറങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവൻ ആ പുല്ല് കടിച്ചെങ്കിലും ഒന്ന് തിന്നാൽ എന്താ അല്ലേ.